കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകളുള്ളത് എനിക്ക് തോന്നുന്നത് ഹോട്ടലുകളാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഫാസ്റ്റ് ഫുഡ് അതുപോലെയുള്ള സംഗതികളാണ്. എന്തെന്ന് വെച്ചാൽ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അന്നവിചാരം മുന്നവിചാരം എന്ന് പറയുന്നത് പോലെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓരോ കുട്ടികൾക്കും മനുഷ്യർക്കും വേണ്ടത് 2 GB 1 GB ഡേറ്റയാണ്. എല്ലാ ദിവസവും അത്രയും കഴിക്കണം അവർക്ക്. കാരണം ഭക്ഷണത്തോടൊപ്പം ഡേറ്റ കൂടി കഴിച്ചെങ്കിലേ ഒരു തൃപ്തിയാവുള്ളൂ. ആ കാലഘട്ടത്തിലാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നിർമ്മാണ സാധന സാമഗ്രികളുടെ കടകളായിരിക്കും എന്നതാണ്. ആ കടകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി പുറത്ത് ആധുനിക രീതിയിലുള്ള പല ക്ലോസറ്റുകൾ എടുത്ത് പുറത്തു വെക്കാറുണ്ട്. അത്തരം ഒരു രാഷ്ട്രീയ മാലിന്യമായി മാറിയിരിക്കുന്ന ഒരാളാണ് സാക്ഷാൽ നമ്മുടെ PC. പൂഞ്ഞാറുകാർക്ക് പോലും വേണ്ടാത്ത ഒരു സംഗതി. ഒരുപാട് കാലം ആളെ കളിപ്പിച്ചും കബളിപ്പിച്ചും ജീവിതശേഷം ജീവിതാന്ത്യം ഗതികിട്ടാത്ത ആത്മാവ് പോലെ അലഞ്ഞു തിരിയാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു പ്രത്യേകതരം മനുഷ്യജന്മം. ഞാനിത് പറഞ്ഞത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. പാലക്കാട് ജയിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ആരാ പറയുന്നത്? ഈ പറയുന്ന മുസ്ലിം സംഘടനകളിൽ തീവ്ര നിലപാട് സ്വീകരിച്ച ആളുകളോട് പൊളിറ്റിക്കൽ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ മൂട് താങ്ങി കാല് നക്കി അവരുടെ പിന്തുണയോടെ ഇലക്ഷന് ജയിച്ച് അവരുടെ യോഗങ്ങളിൽ പോയി പ്രസംഗിച്ച, ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന, ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, പുരാവസ്തു പോലെ ഒരു സംഗതി ചീഞ്ഞാൽ എങ്ങനെയാകുമെന്ന് നമ്മൾ എന്താ പറയുന്നത്, ഈജിപ്തിലൊക്കെ മമ്മികളുണ്ടല്ലോ, ഇത് ചിലത് സൂക്ഷിച്ചു വെക്കുന്നത് പോലെ ജീവനുള്ള തരത്തിൽ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പ്രത്യേകതരം ഒരു രാഷ്ട്രീയ ജീവിയായി മാറിപ്പോയിരിക്കുന്ന ബഹുമാനപ്പെട്ടവരാണ് ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. അവിടെ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ ഉറച്ച ഹിന്ദുമത വിശ്വാസിയാണ്. അദ്ദേഹം ഇലക്ഷൻ പ്രചാരണ മധ്യേ ക്ഷേത്രങ്ങളിൽ പോകുന്നതും എല്ലാ മുതിർന്നവരുടെയും കാല് തൊട്ട് വന്ദിക്കുന്നതും ഒക്കെ ഒരുപാട് ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. അതൊക്കെയും ഹൈന്ദവ ആചാരങ്ങളുടെയോ ചിന്തകളുടെയോ അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെയോ ഒക്കെ രീതിയാണ്. ആ അർത്ഥത്തിൽ അദ്ദേഹം നിറഞ്ഞ ഒരു ഹിന്ദുമത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് അപ്രതീക്ഷിതമായി കിട്ടിയത് മുസ്ലിങ്ങളില്ലാത്ത നഗരസഭാ മേഖലയിൽ നിന്നാണ്. മുസ്ലിങ്ങളുടെ പിന്തുണ ഈ പറഞ്ഞ എല്ലാ കാലത്തും അവിടെ BJP മറുപക്ഷത്തായതുകൊണ്ട് എന്നും ജയിക്കുന്ന സ്ഥാനാർത്ഥിക്കായിരുന്നു. അത് UDFനാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ സാക്ഷാൽ ഷാഫി പറമ്പിലിന് പോലും കിട്ടാത്ത ഹിന്ദു വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി എന്നുള്ളതാണ് അവിടുത്തെ ഇലക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനൊരു തോൽവി സമ്മതിക്കാൻ മനസ്സില്ലാത്ത, പാർലമെൻറ്റ് ഇലക്ഷന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വല്ലാതെ വ്യഗ്രതപ്പെടുന്ന LDFും വിശിഷ്യ CPMും അത്തരത്തിലൊരു സ്ഥാപിക്കലിലൂടെ ഒരു കടുത്ത മുസ്ലിം വിരോധം സൃഷ്ടിച്ച് ധ്രുവീകരണം ആഗ്രഹിക്കുന്ന BJPയും ചേർന്നുണ്ടാക്കിയ ഒരു നറേറ്റീവിൻ്റെ തുടർച്ചയായാണ് കുറച്ചുകൂടി കടുപ്പത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വാദവുമായിട്ട് PC ജോർജ് വന്നത്. സംഗതി PC ആയതുകൊണ്ട് വീട്ടിലുള്ളവർ പോലും ചിരിക്കുകയുള്ളൂ. കാരണം PC എന്താണ് പറയുന്നതെന്നും എങ്ങനെയാണ് പറയുന്നതെന്നും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും എല്ലാവർക്കും നന്നായിട്ടറിയാം. PCയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമെന്നോ ഉമ്മൻചാണ്ടിയെന്നോ അല്ലെങ്കിൽ KM മാണിയെന്നോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല. PCക്ക് വല്ലതൊക്കെ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. നടന്നില്ലെങ്കിൽ PC അസ്വസ്ഥനാവും. അസ്വസ്ഥമായാൽ ഇതുപോലെ അമറും, അലറലോട് അലറും, അത്രയേ ഉള്ളൂ.